കഴിഞ്ഞ ദിവസം രാത്രി മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ ഇനി ഞങ്ങൾ അടിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇറാൻ വലിയ രീതിയിൽ ഖത്തറിലേക്കും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക്, അതായത് ഖത്തറിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. 8 മിസൈലുകളാണ് ഖത്തർ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. എല്ലാം കാര്യക്ഷമമായി തന്നെ തടുത്തുവെന്നും ഇതിൽ വലിയ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല എന്നും ഖത്തർ പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു, ചർച്ച മാത്രമാണ് ഇതിൽ ഏക പോംവഴി എന്നാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അതേസമയം അമേരിക്ക ആഗോളതലത്തിൽ അമേരിക്കയുടെ പൗരന്മാർക്ക് ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ അടക്കം മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ആക്രമണം ഇപ്പോൾ സൗദിയിലേക്ക് വരെ നീളാമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേലിലേക്ക് ഇറാൻ ഇപ്പോഴും മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 3 പേർ ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ മറ്റ് 2 രാജ്യങ്ങൾ, വേറെ 2 രാജ്യങ്ങൾ കൂടെ ആക്രമിക്കാനായി പദ്ധതി ഇടുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിലൊന്ന് സിറിയയാണ്, മറ്റത് ഇറാഖാണ്. ഇറാഖിലെയും സിറിയയിലും ഇപ്പോൾ ഇറാന്റെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ 2 രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങളിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അതുകൊണ്ട് തന്നെ ഹൈ അലേർട്ടിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, അവിടെ അമേരിക്ക ഒരു വമ്പൻ സൈനിക നീക്കം നടത്തുന്നുണ്ട്. ഈ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഏത് നിമിഷവും ഇറാൻ ആക്രമിച്ചേക്കുമെന്ന് കണ്ട് അവിടെയുള്ള വ്യോമത്താവളത്തിലുള്ള അമേരിക്കൻ സോൾജേഴ്സിന് അഥവാ അമേരിക്കൻ പട്ടാളക്കാർക്ക് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ട്. പോരാത്തതിന് ആവശ്യമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാനും ഇപ്പോൾ അമേരിക്ക അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇറാനെ ഭയന്ന് അമേരിക്ക തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ സകല വ്യോമത്താവളങ്ങളിലേക്കും ഇപ്പോൾ വലിയ രീതിയിൽ സുരക്ഷാ നിർദ്ദേശവും വേണമെങ്കിൽ അവിടെ നിന്ന് പട്ടാളക്കാരെ മാറ്റാനുള്ള നീക്കവും നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമ്പൂർണ്ണമായി വിറപ്പിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.